അവസാനം ഒരു മാജിക് സംഭവിച്ച പോലെയായി. ഞങ്ങൾ അന്വേഷിച്ച് പോയതൊന്ന് എത്തിപ്പെട്ടത് വേറെ സ്ഥലത്ത്. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയ്ക്കടുത്ത് എയർഷെയർ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പാർക്ക് ബെഞ്ചിൽ സ്വതന്ത്രമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ തൊട്ട് പിന്നിലെ ചുവരിൽ വരച്ചു വെച്ചിരിക്കുന്ന ആ ചുവർ ചിത്രം കണ്ടോ? അതാരെന്ന് മനസ്സിലായോ? അലക്സാണ്ടർ ഫ്ലെമിംഗ്, നൊബേൽ പ്രൈസ് വിന്നറായിട്ടുള്ള അലക്സാണ്ടർ ഫ്ലെമിംഗ്. ശാസ്ത്രലോകത്ത് അല്ലെങ്കിൽ ആധുനിക മെഡിസിൻ്റെ ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ച പെൻസിലിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക് കണ്ടുപിടിച്ച അലക്സാണ്ടർ ഫ്ലെമിങ്ങിൻ്റെ ചിത്രമാണത്. ഇതിൻ്റെ പിന്നിൽ രസകരമായിട്ടൊരു കഥയുണ്ട്. ലാബിൽ ഈ മെസ്സായിട്ട് സാധനങ്ങൾ കിട്ടുപോകുമ്പോൾ, അടുക്കളയിൽ മെസ്സായിട്ട് പാത്രങ്ങൾ കിട്ടുപോകുന്ന സമയത്ത് സാധാരണ ചോദിക്കാറുണ്ട്, നീ എന്താണ് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആവാൻ പോവുകയാണോ ചോദിക്കാറുണ്ട്. കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1928 ഈ സ്ഥലത്ത് അദ്ദേഹം സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ഒട്ടും വൃത്തിയില്ലാത്ത ഒരാളായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ബാക്ടീരിയയെക്കുറിച്ച് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ലാബിൽ സാധനങ്ങളെല്ലാം വെറുതെ വാരി വലിച്ചിട്ട് കഴിഞ്ഞ ശേഷം, പാത്രം കഴുകാതെ ഇട്ട് കഴിഞ്ഞ ശേഷം അദ്ദേഹം ഒരു അവധിക്ക് പോയി, യാത്ര പോയി. തിരിച്ച് ആഴ്ചകൾ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുമ്പോൾ കാണുന്നത് ഈ പാത്രത്തിനകത്ത് പൂപ്പൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പൂപ്പൽ സാധാരണ എന്താ ചെയ്യുക, നമ്മളത് കഴുകിക്കളയും. പക്ഷേ അദ്ദേഹം ചെയ്തത് ഈ പൂപ്പലിൻ്റെ ചുറ്റും ബാക്ടീരിയ ഇല്ലാത്ത ഒരു ശൂന്യതാ ലോകം സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ പൂപ്പറ്റിൽ നിന്ന് എന്തോ ഒരു ദ്രവ്യം ഉണ്ടാകുന്നുണ്ട്, അതിൽ നിന്നാണ് ഈ ബാക്ടീരിയ നശിക്കപ്പെടുന്നത് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അങ്ങനെ പെൻസിലിയം എന്ന് പറയുന്ന ആ പൂപ്പലിൽ നിന്നാണ് പെൻസിലിൻ എന്ന് പറയുന്ന ഈ ആൻറ്റിബയോട്ടിക് അദ്ദേഹം കണ്ടെത്തുന്നത്. പിന്നീട് കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണത് വ്യാപകമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം അത് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഈ ആൻറ്റിബയോട്ടിക് ഉപകരിച്ചു എന്നുള്ളതാണ്. മോഡേൺ മെഡിസിൻ്റെ കാലത്ത് ലോകത്ത് ഒരു വലിയ ചരിത്രം സൃഷ്ടിച്ച മനുഷ്യനാണ് ഈ അലക്സാണ്ടർ ഫ്ലെമിംഗ്. നമുക്കറിയാം, ഈ സ്ട്രീറ്റിലൂടെ നടക്കുന്ന സമയത്ത് ആ ഓർമ്മകളൊക്കെ വരാൻ വേണ്ടിയിട്ട് ഒരുപാട് വീഥികൾ, ഒരുപാട് സ്ട്രീറ്റുകൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. അലക്സാണ്ടർ സ്ട്രീറ്റ്, അതുപോലെ തന്നെ ഫ്ലെമിംഗ് സ്ട്രീറ്റ്, ചില കടകളൊക്കെ ഫ്ലെമിംഗ് അദ്ദേഹത്തിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ ശാസ്ത്രലോകത്ത് അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ്റെ ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ച അലക്സാണ്ടർ ഫ്ലെമിങ്ങിൻ്റെ ചിത്രത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാൻ സാധിച്ചത് എൻ്റെ സൗഭാഗ്യം. എയർഷെയറിൽ ചെന്ന് അന്വേഷിച്ചപ്പോഴേ അവിടെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സ്ട്രീറ്റൊക്കെ ഉള്ളൂ എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്തേക്ക്, അദ്ദേഹം പിറന്നു വീണ വീട്ടിലേക്കൊന്ന് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മുടെ ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററിൻ്റെ സ്കോട്ട്ലൻഡ് ചാപ്റ്ററിൻ്റെ ചെയർമാനായിട്ടുള്ള ജെയിംസ് മാത്യുവിനോടൊപ്പം ഞങ്ങൾ യാത്ര ചെയ്യാണ്. ഇപ്പോൾ പോകുന്നത് ലോക്ക്ഫീൽഡ് ഫാം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള മ്യൂസിയം കിടക്കുന്നത് ലണ്ടനിലാണ്, UK-യിലാണ്. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം ഇവിടെയാണ്, അദ്ദേഹത്തിൻ്റെ സ്ട്രീറ്റ് അവിടെയാണ്. ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ്. എന്തായാലും ഒരു അന്വേഷണത്തിലൂടെ ഞങ്ങളിതൊന്ന് കണ്ടെത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ യാത്ര തുടരുന്നു. ഗ്ലാസ്ഗോയുടെ ഈ മനോഹരമായിട്ടുള്ള പ്രദേശത്തൂടെ, ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലത്തൂടെ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ജെയിംസ് മാത്യുവിനോട് പറയായിരുന്നു, അദ്ദേഹത്തിൻ്റെ വീട്, അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം അകലെയായിരുന്നു നന്നായി. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ നമ്മൾ പണ്ട് ചിത്രങ്ങളിലൊക്കെ കാണുന്ന പോലെ വല്ലാത്ത സൗന്ദര്യമുള്ള പ്രദേശമാണ് കണ്ടോ, നല്ല ഗ്രീനറി ആയിട്ട് കിടക്കുന്ന സ്ഥലം. ഇതൊക്കെ കാണാൻ സാധിച്ചു എന്ന് പറയുന്നത് വലിയ സന്തോഷമല്ലേ? അപ്പോൾ ഇതെല്ലാം കണ്ട് ഞങ്ങൾ യാത്ര തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട്, ജന്മസ്ഥലം കണ്ടെത്തിയേ ഞങ്ങൾ അടങ്ങും. ഓക്കെ, യാത്രക്കിടയിൽ കണ്ട മനോഹരമായൊരു ദൃശ്യമാണിത്. കരയിൽ നിന്ന് കടലിലേക്കുള്ളൊരു പ്രയാണം കണ്ട. ഒരു ഭാഗത്ത് കടൽ, കരയിൽ നിന്ന് പതുക്കെ കടലിലേക്ക് ഇങ്ങനെ കടന്ന് കയറുകയാണ്. ഇത് രസമുള്ള സ്ഥലമാണെന്ന് അറിയോ കാഴ്ചയിൽ. അവസാനം ഒരു മാജിക് സംഭവിച്ച പോലെയായി. ഞങ്ങൾ അന്വേഷിച്ച് പോയതൊന്ന് എത്തിപ്പെട്ടത് വേറെ സ്ഥലത്ത്. അലക്സാണ്ടർ ഫ്ലെമിങ്ങിൻ്റെ വീട് അന്വേഷിച്ചുകൊണ്ട്, ജന്മഗൃഹം അന്വേഷിച്ചുകൊണ്ട് യാത്ര തുടങ്ങിയതാണ്. ഞാൻ ജെയിംസ് മാത്യുവിനോടൊപ്പം യാത്ര ചെയ്ത് ഒരു 2 മണിക്കൂർ ഈ സ്കോട്ട്ലൻഡിൻ്റെ പല പ്രദേശങ്ങളിലൂടെ അലഞ്ഞ് ഗൂഗിളിൽ ഞങ്ങൾ പല പ്രദേശത്തേക്ക് ഇങ്ങനെ തിരിച്ചുവിട്ട് അവസാനം ഞങ്ങൾ എത്തിപ്പെടുന്നത് ഇതാ, റോബർട്ട് ബേൺസിൻ്റെ ബർത്ത് പ്ലേസ്, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള മ്യൂസിയം. ആ മ്യൂസിയത്തിന് മുമ്പിലാണ് എത്തിപ്പെടുന്നത്. എന്തായാലും ഇത് കാണാൻ സാധിച്ചു എന്ന് പറയുന്നത് മറ്റൊരു സൗഭാഗ്യം. കാരണം റോബർട്ട് ബേൺസ് എന്ന് പറയുന്നത് സ്കോട്ടിഷ് പോയറ്റാണ്. 200 വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള അദ്ദേഹത്തിൻ്റെ സംഗീതം ഇപ്പോഴും, അല്ലെങ്കിൽ കവിതകൾ ഇപ്പോഴും ലോകത്ത് മുഴുവൻ ഉപയോഗിക്കപ്പെടുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചരിത്രമാണ്. അദ്ദേഹത്തിൻ്റെ 250-ാം ജന്മദിനത്തിൻ്റെ ഭാഗമായിട്ട് ഈ രാജ്യം ഇവിടുത്തെയുള്ള കറൻസിയിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ പ്രിൻ്റ് ചെയ്ത് പുറത്തിറക്കിയിട്ടുണ്ട്. എന്തായാലും അലക്സാണ്ടർ ഫ്ലെമിങ്ങിൻ്റെ ജന്മഗൃഹം കാണാൻ സാധിച്ചില്ല, സന്ധ്യയായി. ഇനി തിരിച്ചു പോവുകയെന്ന് നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒറ്റ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു.
അലക്സാണ്ടർ ഫ്ലെമിങ്ങിനെ വായിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് വളരെ ഷൈ ആയിരുന്നു അദ്ദേഹം. ഒരാളോട് സംസാരിക്കാനോ ഒരു മീറ്റിങ്ങിൽ സംസാരിക്കാനോ ഒന്നും കഴിവില്ലാത്തൊരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ ലാബിൽ തന്നെ സാധനങ്ങളെല്ലാം മെസ്സപ്പായിടുന്ന ഒരാളായിരുന്നു. മുറിക്കകത്ത് എല്ലാ സാധനങ്ങളും അലസമായിട്ട് വലിച്ചെറിയുന്ന ഒരാളായിരുന്നു. പക്ഷേ ആ അലസമായിട്ട് വലിച്ചെറിഞ്ഞതിൽ നിന്നും കണ്ടെത്തിയതാണ് പെൻസിലിൻ എന്ന് പറയുന്ന ശാസ്ത്രലോകത്ത് ഒരു കുതിപ്പുണ്ടാക്കിയ, ചരിത്രം തീർത്ത, വിപ്ലവം തീർത്ത ഒരു വലിയ കാര്യം. 1945 അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം സയൻസിൻ്റെ ലോകത്തുള്ള അംബാസഡറായിട്ട് മാറി എന്നുള്ളതാണ് ചരിത്രം. പറഞ്ഞു വരുന്നത് ഇതാണ്, നമ്മളൊക്കെ ഒരു പക്ഷേ ഷൈ ആയിരിക്കാം, നമ്മളൊരു പക്ഷേ ഡിപ്രഷൻ്റെ ലോകത്ത് കടന്നു പോകുന്നവരായിരിക്കാം, നമ്മളൊക്കെ സാധനങ്ങളൊക്കെ വലിച്ചെറിയുന്നവരായിരിക്കാം, അതിൻ്റെ പേരിൽ വഴക്ക് കേൾക്കുന്നവരായിരിക്കാം. പക്ഷേ ഏതെങ്കിലും ഒരു നിമിഷം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ആ ജീവിതത്തെ മാറ്റിമറിക്കുന്ന നിമിഷം മുതൽ നമ്മളൊരു പക്ഷേ ചരിത്രത്തിലേക്ക് നടന്നു കയറുന്ന ഒരാളായിട്ട് മാറും, അലക്സാണ്ടർ ഫ്ലെമിങ്ങിനെ പോലെ. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഒരു ദിവസത്തെ വിലയിരുത്തൽ കൊണ്ട് നമ്മുടെ ജീവിതത്തെ മൊത്തം അളക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വെയിറ്റ് ഫോർ ദാറ്റ് ഡേ.